അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീസിൽ എവിടെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കണോസ് എന്ന് പറഞ്ഞ ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. മൈക്കണോസ് മാത്രമല്ല സാന്റോറിനിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആംസ്റ്റർഡാമിലാണ്. ആംസ്റ്റർഡാമിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്ത് മൈക്കണോസ് ഐലൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ മൈക്കണോസിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പറയാൻ പോകുന്നത് 7 കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ മൈക്കണോസിൽ ട്രാവൽ ചെയ്യാം. ഞങ്ങൾ ഈ വട്ടം ഉപയോഗിക്കുന്നത് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ്. നമ്മൾ അവിടെ ചെന്ന് കാർ റെൻ്റ് എടുക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് എങ്ങനെ മൈക്കണോസിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗ്രീക്ക് ഫുഡ് സൊവലാക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. കഴിച്ച് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. പിന്നത്തെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ലിറ്റിൽ വെനിസിൻ്റെ ഒരു ചെറിയ പാർട്ടായിട്ടുള്ള അതേ ലുക്കൊക്കെ ഉള്ള ഒരു ബിൽഡിങ്സൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ലിറ്റിൽ വെനിസ്. നാലാമത്തത് അവിടുത്തെ ബാർ, നെഗ്രിറ്റ ബാർ. ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും നമ്മൾ കണ്ടിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കടൽ തീരത്തുള്ള ഒരു ബാറാണ്. അപ്പോൾ അതൊന്ന് കാണണം. അഞ്ചാമത്തത് വിൻഡ് മില്ലാണ്. അവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. ഒരു 5-6 വിൻഡ് മിൽസ് ഉള്ള പിക്ചേഴ്സ്, പോസ്റ്റ് കാർഡ് പിക്ചേഴ്സാണ്. അതൊന്ന് കാണണം. ആറാമത്തത് മൈക്കണോസ് ഫേമസ് സൺസെറ്റ്. ഏഴാമത്തത് ഓഫ് കോഴ്സ് അവിടുത്തെ സ്ട്രീറ്റ്സ്, വൈറ്റ് പെയിൻറ്റഡ് ആയിട്ടുള്ള സ്ട്രീറ്റ്സ് ആണ്. അപ്പോൾ ഇതെല്ലാമാണ് ഈ വീഡിയോയിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റ് എടുത്ത് അവിടെ എത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ. രാവിലെ 7 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്, ആംസ്റ്റർഡാം ടു മൈക്കണോസ്. അപ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഫ്ലൈറ്റിൽ കയറുകയാണ്. ഈസി ജെറ്റിലാണ് നമ്മൾ ഈ വട്ടം പോകുന്നത്. മോർണിംഗ് രാവിലെ 7 മണി ആയതുകൊണ്ട് തന്നെ സ്കൈ കാണാൻ നല്ല കളർഫുള്ളായിട്ടുണ്ട്. ആംസ്റ്റർഡാമിൽ ഫ്ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ വരിക്ക് കിടക്കുന്നതും പിന്നെ ഈ സ്കൈയിൻ്റെ ഭംഗിയും നല്ലൊരു ഫീൽ തന്നെയാണ്. ആക്ച്വലി ഞങ്ങൾക്ക് സീറ്റ് നമ്പർ അനുസരിച്ച് വിൻഡോ സീറ്റ് കിട്ടിയില്ല. പക്ഷെ ഭാഗ്യത്തിന് വിൻഡോ സീറ്റിലിരിക്കുന്ന ആൾ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത് ഫുള്ളി ബുക്ക്ഡ് അല്ല ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിരിക്കാനുള്ള ഭാഗ്യം കിട്ടി. അതുകൊണ്ട് സെറ്റായി. ഇനി ടേക്ക് ഓഫ് ഒക്കെ എടുക്കാം. അതുപോലെ അവിടെ എത്തുമ്പോഴും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. തൊട്ട് മൈക്കണോസ് വരെ ഞങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ഫ്ലൈറ്റാണ് കിട്ടിയത്. ഏകദേശം 3.5 മണിക്കൂർ എടുത്തു മൈക്കണോസിൽ എത്താനായിട്ട്. അങ്ങനെ 3.5 മണിക്കൂറിൻ്റെ ഒരു യാത്ര കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ മൈക്കണോസ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാണ്. ഏകദേശം ഗ്രീക്ക് ടൈം ഒരു 10:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കണത് ഇവിടെ. നമ്മൾ മൈക്കണോസ് എയർപോർട്ടിലേക്ക് കയറുകയാണ്.
ഇതാണ് മൈക്കണോസ് എയർപോർട്ട്. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ബസ് പുള്ളി പറഞ്ഞത് പുറത്തിറങ്ങിയിട്ട് ലെഫ്റ്റ് എടുക്കാനാണ്. Only for the new port, to the ferries. It's €3 each, only cash. എയർപോർട്ട്. ആ എയർപോർട്ടിൽ നിന്ന് എൻട്രൻസിൽ നിന്ന് എക്സിറ്റ് ആയതിനു ശേഷം ലെഫ്റ്റിലേക്ക് നടന്ന ബസ് എന്നുള്ള ബോർഡ് കാണാം. ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാബ്രിക്കയിലേക്കുള്ള ബസ്സുകൾ എവറി 5 minutes ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ബസ് വരുമെന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ലോക്കൽ ബസ്, അതായത് പബ്ലിക് ബസ്. €2.5 AC ആണ്. കൊള്ളാം, ബസ് കൊള്ളാം. ഇപ്പോൾ നമ്മൾ ടാക്സി ഇപ്പോൾ റെന്റഡ് കാർസ് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം പെർ ഡേ വരുന്നത് ഒരു €60 ഒക്കെ. അല്ല, പെർ ഡേ അല്ല, ലൈക്ക് 1 ട്രാൻസ്ഫറിന് ഇവിടുന്ന് അവിടെ വരെ പോകാൻ നല്ല കോസ്റ്റ്ലി ആണ് ആക്ച്വലി ടാക്സിക്ക്. റെന്റഡ് ആണെങ്കിൽ നമുക്ക് ഒരു ഏകദേശം €60 വരുന്നത്. പക്ഷേ ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് €2.5 കാര്യം കഴിഞ്ഞു. നേരെ ഫാബ്രിക്കാണ് ഇവിടുത്തെ മെയിൻ സിറ്റി സെൻറ്ററിലുള്ള സ്റ്റേഷൻ. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മുടെ സ്റ്റേയും. അപ്പോൾ നേരെ അങ്ങോട്ട് പോകണു, അവിടെ ഇറങ്ങുന്നു, സ്റ്റേയിലേക്ക് പോകുന്നു. അപ്പോൾ ബാക്കി അവിടെ ചെന്നു. അങ്ങനെ ഫാബ്രിക്ക എത്തി. ഇതാണ് ഫാബ്രിക്ക. ഇതാണ് നമ്മൾ വന്ന ബസ്. നമ്മുടെ സ്റ്റേയും ഇവിടെ എവിടെയാണ്. സ്റ്റേയിലെ പുള്ളിനെ വിളിക്കാനാണ് പുള്ളി പറഞ്ഞത്. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ലഗേജസ് ഒക്കെ ഞങ്ങളുടെ റൂമിൽ വെച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത ടാർഗറ്റ് മൈക്കണോസ് സ്ട്രീറ്റ് ആണ്. ഫസ്റ്റ് ലെമനൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സൊവലാക്കി ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ സൊവലാക്കിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പിന്നാലെ വരുന്നത് നമുക്ക് നോക്കാം കഴിച്ചിട്ട്. ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ വന്ന് ഓർഡർ ചെയ്തത് ഒരു സൊവലാക്കി, അതായത് സൊവലാക്കി ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡ് ഐറ്റമാണ് ഈ ഗ്രീസ് ഏരിയയിൽ.
സംഭവം ഒരു പീറ്റ ബ്രെഡും ഒരു ബ്രെഡാണ് ആക്ച്വലി പിറ്റ ബ്രെഡ് എന്നാണ് വിളിക്കുക. ഇതിനുള്ള ചിക്കൻ കുറച്ച് സ്ലൈസസ് ഉണ്ട്, ഗൈറോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഒണിയൻ പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ്, വെജിറ്റബിൾസിൻ്റെ ഐറ്റംസാണിത്. സംഭവം എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ഷവർമ്മയുടെ ഒക്കെ ഒരു മോഡലാണ്. ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ലെമണേഡാണ്. അടിപൊളി ടേസ്റ്റ്. ഒരു മസ്റ്റാർഡ് സോസ് ഒഴിച്ചിട്ടുണ്ട് ഇവര് അല്ലേ? അതിൻ്റെ ഒരു എനിക്ക് അതിൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഒരു കയ്പുണ്ട്. മസ്റ്റാർഡിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ ഈ പിറ്റ ബ്രെഡിന് ഒരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നും ആയിട്ടില്ല, കുഴപ്പമില്ല. പക്ഷെ ഒരെണ്ണം മതി, വയറുമുള്ളാവും അല്ലേ? അത്യാവശ്യം ഫില്ലിംഗ് ആണ്. പിന്നെ കുറെ ഫ്രൈസ് ഉണ്ട് സൈഡിൽ. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക തന്നെ, ഫ്രൈസ് ഉണ്ടാവും എപ്പോഴും. നാട്ടിലെ ഷവർമ്മയായിട്ട് കമ്പയർ ചെയ്യണ്ട, അത് വേറെ ടേസ്റ്റ് തന്നെ, ഇത് വേറെ ടേസ്റ്റ്. അത് പിന്നെ ഈ സ്ഥലത്ത് വരുമ്പോൾ ഈ ഇവിടുത്തെ ടേസ്റ്റാണ്. പക്ഷെ ഭയങ്കരം എന്നൊന്നുമില്ല, കൊള്ളാം. ട്രൈ ചെയ്യണോണ്ട് ഒരു തെറ്റില്ല. ഇവിടെ വന്നിട്ട് എന്തായാലും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അത് കടയും നല്ല ഫേമസ് കടയാണ്. ഞാനപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, നിങ്ങളും വന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇവിടെ നമുക്ക് ഷോറൂം ഉണ്ട്, നമുക്ക് ചുമ്മാ ഒന്ന് പോയി നോക്കാം. ലിറ്റിൽ വെനിസ് എന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകാൻ പോണത്. അതൊരു ബീച്ച് സൈഡാണ്, കുറേ റെസ്റ്റോറൻറ്റ്സ് ഉള്ള സൈഡാണ്. നമുക്കൊന്ന് ആ വഴി ഒന്ന് വാക്ക് നടത്തി നോക്കാം. എന്തൊക്കെ റെസ്റ്റോറൻറ്റ്സും എന്ത് ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഭയങ്കര വൺ ഓഫ് ദ എന്താ പറയുക, ഈ സ്ഥലത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു പാത്വേ ആണ്. നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് കൂടുതലൊക്കെ ഇതിനെ വെനിസ് എന്ന് പറയുന്നത്. അതായത് ഈ വെള്ളത്തിൽ നിന്ന് അവരൊരു പലക അടിച്ച് താഴ്ത്തിയിട്ട്, അതാണ് അതിൻ്റെ ബേസ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്സ് ആണ് അത് മുഴുവൻ. ഓൾമോസ്റ്റ് വെനിസിലും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് ബിൽഡിംഗ്, ഈ കളറല്ല പക്ഷെ ഓൾമോസ്റ്റ് ഇതേ കൺസ്ട്രക്ഷൻ നമുക്ക് വെനിസിലും കാണാൻ പറ്റും. അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിനെ ലിറ്റിൽ വെനിസ് എന്ന് വിളിക്കാൻ കാരണം. പിന്നെയുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് മിൽസ് ആണ്. പഴയ കാലത്ത് ഒരുപാട് പണ്ട് ഗ്രീസുകാർ കാറ്റിനെ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കറണ്ട് ഉൽപ്പാദിപ്പിക്കലല്ല എന്ന് തോന്നുന്നു. ഈ വിൻഡ് മിൽ ഉപയോഗിച്ചിട്ട് നെതർലാൻഡ്സിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, വിൻഡ് മിൽ ഉപയോഗിച്ചിട്ടാണ് അവർ ഇങ്ങനെ ഈ ധാന്യങ്ങളൊക്കെ പൊടിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ ഹിസ്റ്ററി പ്രോപ്പറായിട്ട് അറിയില്ല, ബട്ട് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് വിൻഡ് മിൽസ് ഉള്ള ലൊക്കേഷനാണ് ഇത്. ഇത് തന്നെയാണ് ഈ ഏരിയയിലത്തെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ.
അല്ല എത്ര ഉണ്ട് ഇതിൽ? 1 2 3 4 5 6 6 അല്ലേ? 6 എന്താ സംഭവം? അടുത്ത് പോയിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം. പ്രശ്നമൊന്നുമില്ല, എൻ്റെ ഡോറുണ്ട് അടച്ചിട്ടേക്ക്. ഞാനെൻ്റെ ഒരു സെറ്റപ്പ് ഇത് വർക്കിംഗ് ആണെന്നൊന്നും എനിക്ക് തോന്നണില്ല. ഇങ്ങനെയാണ് മേളീന്നുള്ള വ്യൂ. അതവിടെ എയർപോർട്ടിൽ നിന്ന് പോകുന്ന ഫ്ലൈറ്റ്, കടലിൻ്റെ വ്യൂ. ഇതാണ് ഇവിടുത്തെ ഫേമസ് വ്യൂ. അതാണെന്ന് തോന്നുന്നു ന്യൂ പോർട്ട്. അവിടെ പോയിട്ടാണ് വേറെ എവിടേക്കെങ്കിലും നമ്മളിപ്പോൾ പോകുന്നുണ്ടെങ്കിൽ ക്രൂസ് കയറേണ്ടത്. ഇവിടുത്തെ ഫേമസ് റെസ്റ്റോറൻ്റായ നെഗ്രീറ്റ ഈ ഒരു പാത്ത് വേയിലാണുള്ളത്. നിങ്ങൾക്ക് കാണാം. ഈ വെള്ളം വന്ന് അടിക്കുമ്പോൾ കാണുന്ന സീറ്റ്സ് ഇല്ലേ, അവിടെയാണ് ഈ ഹോട്ടലുള്ളത്. എല്ലാ ഇൻസ്റ്റാഗ്രാം റീൽസിലും എല്ലാത്തിലും കാണുന്ന വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻറ്റ് പാത്ത് വേയിലാണ്. അവിടെ റെസ്റ്റോറൻ്റ് അല്ല, ആക്ച്വലി ബാറാണ്. അവിടെ ഒരു സീറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം. അറൗണ്ട് €80, അറൗണ്ട് 70 to 80 euros ആണ് പ്രീ ബുക്കിംഗ് ചാർജസ്. അപ്പോൾ ആരെങ്കിലും അവിടെ വന്ന് അവിടെ ഇരുന്ന് സൺസെറ്റ് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മുമ്പേ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പ്രീ ബുക്ക് ചെയ്യുക. അല്ലാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ അവിടെ ഇരുന്ന് കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ നിന്ന് കാണാം, പക്ഷെ അവിടെ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ എടുക്കുന്ന വീഡിയോ പോലത്തെ വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യും. ആക്ച്വലി ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു കറക്ഷൻ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് നെഗറീറ്റ എന്നുള്ള ബാർ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ വാക്കിനും പോസിബിൾ ആണ്. ആക്ച്വലി ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഓൾമോസ്റ്റ് സീറ്റ്സ് ഒക്കെ അവൈലബിൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴും ഇപ്പോൾ അറൗണ്ട് ഒരു സെപ്റ്റംബർ സമയത്തൊക്കെയാണെങ്കിൽ അത്ര തിരക്കില്ല. ചിലപ്പോൾ ഇവിടെ ഒരു സൺസെറ്റ് സമയത്ത് തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ചിലപ്പോൾ ഇത് ഫുള്ളായിരിക്കും. ആ സമയത്ത് ഈ സീറ്റ്സ് ബുക്ക് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു കോക്ടെയിൽ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരുന്നിട്ട് തന്നെ കുടിച്ചത്. അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. വന്ന് എന്തായാലും ഒരു ടൈം ട്രൈ ചെയ്യാം. അങ്ങനെ മൈക്കണോസിൽ ഈവനിങ് ആയി. ഇപ്പം ഈവനിങ് എങ്ങനെയുണ്ട് മൈക്കണോസ് നമുക്ക് നോക്കാം. മൈക്കണോസിൽ ഒരുപാട് പൂച്ചകൾ നമുക്ക് കാണാം. പല വീടുകളിലും പൂച്ചേനാണ് അവിടെ വളർത്തുന്നത് ഞാൻ കണ്ടത്. പട്ടിയും കണ്ടു, പക്ഷെ പൂച്ചയാണ് ഏറ്റവും കൂടുതൽ ഐലൻഡിൽ. എല്ലാവരും സൺസെറ്റ് കാണാനുള്ള പുറപ്പാടിലാണ്. നമുക്കും പോയി സൺസെറ്റ് കാണാം. ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാവരും കാണാൻ വേണ്ടി
അടിയിക്കുന്നത് കാണാൻ തിരക്ക്. നല്ല മനോഹരമായ ഒരു സൺസെറ്റ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം ചെറിയൊരു വാക്കും സ്ട്രീറ്റിലൂടെ പിന്നെ നേരെ റൂമിലേക്ക്. ബാക്കിയൊക്കെ നാളെ. നമ്മളിവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടാണ്. ഇതിപ്പോൾ ജസ്റ്റ് ലിറ്റിൽ വെനീസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് കയറിയിട്ടാണ്. ഞങ്ങൾ ആ ഒരു ഏരിയയിൽ ഇരുന്നില്ല. 2 കാരണങ്ങളാണ്. ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ടേബിൾസും റിസർവ്ഡ് ആണ്. പിന്നെ ഓരോ ടേബിളിനും മിനിമം പേ ഉണ്ട്. അതായത് ഒരു റെസ്റ്റോറൻറ്റിൽ 200 ആണ് ആ ടേബിളിന് മിനിമം പേ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര കാറ്റാണ് ഈ കടലിൽ നിന്നുള്ളത്. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല അവിടെ ഇരിക്കാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അതാണ് ആ സൈഡ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്ന് കയറിയ ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ അതിൽ കയറി കുറച്ച് ചൂടുള്ള കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ കുറച്ച് തണുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ആംബിയൻസും എനിക്ക് ആക്ച്വലി ഇത് കുറച്ചും കൂടി ഇഷ്ടമായി. കുറച്ച് കാറ്റൊക്കെ കുറവും പിന്നെ നല്ല ചെടികളൊക്കെ വെച്ചിട്ടാണ് ഒരു സെറ്റപ്പാണിത്. അപ്പം അങ്ങനെ എന്തായാലും ഫുഡ് കഴിച്ച് നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് നടക്കാറിറങ്ങി സ്ട്രീറ്റിലൂടെ. രാത്രിയായപ്പോൾ എല്ലാ ലൈറ്റ്സും ഓണായി. ലൈറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ വേറെ തന്നെ വൈബാട്ടോ. വൈറ്റ് പെയിൻറ്റഡ് ബിൽഡിങ്സും പിന്നെ അതിൽ വാം ലൈറ്റും കൂടി ആയപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. പിന്നെ എല്ലാ ഷോപ്സും വെൽ അറേഞ്ച്ഡ് ആണ്. ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനും സാധനങ്ങൾ സെല് ചെയ്യാനുള്ള എല്ലാ ടെക്നിക്കലും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ബ്രാൻഡഡ് ഷോറൂംസും ഞാനിവിടെ കണ്ടിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ തോന്നി. ഇവിടെ വന്ന് ഷോപ്പിംഗ് കുറച്ച് കോസ്റ്റ്ലി ആണ് തോന്നുന്നു. എല്ലാത്തിനും റേറ്റ് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ കണ്ടപ്പോൾ. ബട്ട് സ്റ്റിൽ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെറുതെ ഇതൊക്കെ കണ്ട് വൈബടിച്ച് നടക്കുകയും ചെയ്യാം. ഏറ്റവും ഭംഗി ഇവിടുത്തെ ഈ പെയിൻറ്റിങ് ആണല്ലേ. ഈ ഫ്ലോറിൽ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇവർ കല്ലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഫേക്ക് പെയിൻ്റാണ് അടിച്ചേക്കണത്. ആ ഒരു ഷേപ്പിൽ പെയിന്റ് ചെയ്തേക്കുക. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇവിടെ ഇല്ല, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും ഉണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇൻ ഗ്രീസ് കഴിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കാണേണ്ട നമ്മുടെ ചെക്ക് ലിസ്റ്റിലുള്ള എല്ലാ ഐറ്റമും ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രാവലും വളരെ ഈസി ആയിരുന്നു. പിന്നെ അതിനേക്കാളുപരി നമ്മൾ ചെന്നെത്തിയ സ്ഥലവും വളരെ മനോഹരം. അപ്പോൾ നല്ല കാഴ്ചകൾ നിങ്ങൾക്കും ഷെയർ ചെയ്തതിൽ വളരെ സന്തോഷം. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നാളെ രാവിലെ എണീറ്റ് ഇനി സാന്റോറിനിയിലേക്ക്.